പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പായി നിൽക്കുവാൻ കർത്താവെന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യത്തിൽ നമ്മളായിരിക്കുന്നല്ലോ. നാം പേറിക്കൊണ്ടുവരുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ പ്രദർശനമാണ് ദൈവാലയത്തിൽ നടക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. When we come together as a church, the collective connections of God's presence is going to be established here. ഇന്ന് പകൽക്കാലം നാം ദൈവവചനം ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പലതും മെറ്റഫറായി നമ്മൾ പറയുന്നെങ്കിലും the real understanding that we are in the presence of God. യേശു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പെട്ടെന്ന് നിങ്ങൾ യേശുവിൻ്റെ ഒരു പിക്ചർ കണ്ട് യേശു വരുന്ന അതല്ല. The presence of God is here with you. That 24/7 365 days, that should be our experience. നമ്മുടെ 365 ദിവസവും അങ്ങനെ ഒരു അനുഭവമായിട്ട് നാം നടക്കണം. ആ അനുഭവത്തിൽ നാം വരണം. അപ്പോൾ നമ്മുടെ മധ്യ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ദേവദാസൻ വചനം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ദൈവ വാഗ്ദത്തത്തെ പിടിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഒത്തിരി താല്പര്യം. ദൈവത്തോട് ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ പ്രോമിസ് വേഴ്സസ് അറിയാമല്ലോ, ബ്ലെസ്സിന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ചോദിക്കണോ, എത്ര വാക്യം ഉണ്ടായിരുന്നു അതൊന്ന് പറയാമോ? കുഴക്കല്ലേ, ഞങ്ങൾ വചനം കേൾക്കാൻ തയ്യാറായി ഇങ്ങനെ ചൂട് പിടിച്ചിരുന്നതാണ്. ആരും പറയാത്ത എന്താ? There are 3 things we need to, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, ഇടിവ് നിൽക്കുന്നവർ, നമ്മൾ we started. 2 നമ്മൾ വിളിച്ചു വരുത്തുന്നവരാ. 3 നമ്മൾ റിസോഴ്സസാണ്. യെശയ്യാപ്രവചനം 42 അധ്യായം അതിൻ്റെ 13, അതിൻ്റെ 22, 43-ൻ്റെ 5, 6, എസെക്കിയേൽ 22-ൻ്റെ 30. ഈ 4 വാക്യങ്ങളായിരുന്നു നമുക്ക് ദൈവദാസനോട് തന്നത്. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഇംഗ്ലീഷ് വർഷിപ്പിൽ ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസും യോഹന്നാനും പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടർ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ they considered themselves as the image of Jesus Christ. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ യേശു പലയിടത്തും നോക്കുന്നത് അവർ കണ്ടിരുന്നു. യേശുവിൻ്റെ നോട്ടം അവരവരുടെ ജീവിതചര്യയാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ലേം മുടന്തനെ കണ്ടപ്പം നോക്കാനും നോക്കിയതും. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തതയോടെ ഞാൻ ദൈവസഭയോട് പറയാം, നാം കടന്നു പോകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ഈ ലോകത്തിൽ സാധാരണമാണ്. ഇന്ന് പകൽക്കാലം ക്ലൈമറ്റ് മോശമായതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു അപ്പൻ എന്ന നിലയിൽ വേദനയുണ്ട്. പക്ഷേ വാട്ട് ക്യാൻ ഐ ഡു? അതിനൊരു പെർസ്പെക്റ്റീവ്, കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കിക്കൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ചിലപ്പം ചോദിക്കും, പാസ്റ്റർ ഇത്ര വിശ്വാസം പ്രസംഗിക്കുന്ന പാസ്റ്ററെ കൊണ്ടുവന്നാൽ എന്നാ കുഴപ്പമൊന്നുമില്ല. സോ ദർ ഇസ് two different perspectives. അപ്പോൾ ഈ ഭാരങ്ങളൊന്നുമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്. ദൈവസഭയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ റിസോഴ്സ്. അപ്പോൾ വീണ്ടും അതിൽ ഊന്നിക്കൊണ്ട് ദൈവജനത്തെ ഒന്ന് പ്രബോധിപ്പിച്ച് നിങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് ആ നിയോഗമാണ് തന്നത്. റിസോഴ്സ്, അതിൻ്റെ മലയാളം വേർഡ് ആർക്ക് എത്ര പേർക്കറിയാം? നമ്മളെപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞിപ്പം മലയാളം അല്ലേ ടോം ബ്രദർ, മലയാളം വാക്കേ അറിയത്തില്ല. പ്രശ്നമാണ്. ഞാനത് തിരഞ്ഞപ്പോൾ അത് 1-2 ഡെഫിനേഷൻ കണ്ടതിൽ ഒന്ന് സ്രോതസ് എന്നുള്ളതാണ്, മറ്റൊന്ന് ഉറവിടം. ദൈവസഭയെ നിങ്ങൾ ആരും ചെറിയ ആൾക്കാരല്ല. നിങ്ങൾ ദൈവം ചെയ്യുന്ന
പ്രവൃത്തിക്ക് ദൈവത്തിൻ്റെ സ്രോതസ്സുകളാണ്. ഓ, what a highest level you have been seated. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഉറവിടങ്ങളാണ്. The moment God wants to do something, you must be the person to be activated to perform that. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മുടെ സ്റ്റേറ്റസിനെ ഓർമ്മിപ്പിക്കുകയാണ്. നോ മാറ്റർ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നാം കടന്നു പോകുന്ന ദുഃഖ സാഹചര്യം എന്ത് തന്നെ ആയിക്കോ, നിന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനം ഇതാ, നീ ദൈവത്തിൻ്റെ ഉറവിടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് കൊണ്ടുപോയത്, ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ നിങ്ങൾ നോക്കരുത്. വേദപുസ്തകത്തിൽ വളരെ ശക്തരായി ഉപയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാരുണ്ട്. അവരാരും നിങ്ങളുടെ മാതൃകയാകരുത്. നിങ്ങൾ ലെസൺ പഠിച്ചു, ബട്ട് യു ക്യാൻ ഹാവ് വൺ മോഡൽ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്, ആൻഡ് യു മസ്റ്റ് ബി ഇമിറ്റേറ്റ് ഹിം. അവനെ അനുകരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിയോഗം, നീ ഒരു സ്രോതസ്സായി, റിസോഴ്സ് ആയിരിക്കും. നിന്നിൽ കാണേണ്ട സ്വഭാവ ശ്രേഷ്ഠതകൾ എന്താ? ഞാൻ നിങ്ങളത് പറഞ്ഞൊന്ന് ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവ്, യോഹന്നാന്റെ സുവിശേഷം പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ 11-ാം അധ്യായം 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം ആമേൻ. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു വിളിച്ചു, ലാസറേ പുറത്തു വാ. ഈ ലോകത്തിൽ യേശുക്രിസ്തു ഒരു മനുഷ്യനെ, പൂർണ്ണ മനുഷ്യനായി നടന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ, പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ റിസോഴ്സ് യേശുവായിരുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളുടെ സംശയം മാറ്റി. എനിക്കറിയാം, ചിലർ വിചാരിക്കുക ദൈവമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ പിതാവായ ദൈവം? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. പാസ്റ്റർ എന്തെങ്കിലും നമുക്കത് ക്ലാസ് എടുക്കണം കേട്ടോ. ഇത് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളത് നമ്മുടെ ത്രിയേക ദൈവത്തെ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്രോതസ് ഉറവിടമായിരുന്നു യേശുക്രിസ്തു. അതിൻ്റെ തെളിവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശുവിൻ്റെ മഹാപുരോഹിത മധ്യസ്ഥ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. 17:4. നോക്ക്, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസവും സാക്ഷിയൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പൗലോസിനെ, ഞാൻ നല്ല പോർപ്പൊരു ഓട്ടം തികച്ചു. ആരെങ്കിലും ഈ വാക്യം വായിച്ചിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പൗലോസ് പറഞ്ഞ് ഞാൻ തികച്ചു, എനിക്ക് പ്രതിഫലം കിട്ടും എന്നാ പറഞ്ഞത്. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്യൂച്ചർ. ബട്ട് യേശു തികച്ചത് പറഞ്ഞത്, ഞാൻ മഹത്വപ്പെടുത്തി കർത്താവേ. ഹി ഫുൾഫിൽ. അങ്ങനെയാണ്. പൗലോസാണോ മാതൃകയാക്കുന്നത്, യേശുവാണോ? ഇന്ന് പകൽക്കാലം യേശു നീയാകുന്ന റിസോഴ്സിൻ്റെ മാതൃകയായി കഴിഞ്ഞാൽ നിന്നിൽ അസാധാരണമായ ദൈവപ്രവൃത്തി പൊട്ടിപ്പുറപ്പെടുവാനിടയത്. ഹല്ലേലൂയ. അപ്പം യേശു, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് നന്നായിട്ട് അറിയാം. യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ്. അതിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. എന്താണ് ഒരു യഥാർത്ഥ റിസോഴ്സിൽ വന്നു ഭവിക്കേണ്ട സ്വഭാവ വിശേഷങ്ങൾ? ആദ്യത്തെ ഒന്ന്, ഡു നോട്ട് ആക്ട് ഓൺ ഇമോഷൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് ഓർക്കുക. ഇന്ന് കുറച്ചധികം വാക്യങ്ങൾ വായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 11-ന്റെ 3 തൊട്ട് 6 വരെ. മതി സിസ്റ്റർ, നമ്മളത് വായിച്ചു നോക്കി. ഹി വാസ് സോ ക്ലോസ് ടു ദാറ്റ് ഫാമിലി. നമ്മളെങ്ങനെ ആയിരുന്നെങ്കിൽ അന്നേരം
ഇട്ട ഡ്രസ്സിൽ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദേവാസന വിശ്വാസികൾക്ക് പ്രശ്നം വന്നാൽ ഇനി ഞാൻ കുത്തിയിരുന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നൊന്നും ചോദിച്ച് എന്നെ കുറയ്ക്കരുത്. I just wanted to tell you this morning to the church, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു റിസോഴ്സിൻ്റെ സ്വഭാവം. അങ്ങനെ ദൈവം പോകാൻ പറഞ്ഞില്ല, പോകണ്ട കേട്ടോ. ചുമ്മാ അവിടെ ചെന്ന് അവരുടെ വിശ്വാസം കൊണ്ട് കളയുന്ന വർത്താനം പറഞ്ഞോളേ. കർത്താവ് 2 ദിവസം കൂടെ അങ്ങ് താമസിച്ചു അവിടെ. നിങ്ങൾക്കറിയാമോ, യേശു ഇത് കേൾക്കുമ്പോൾ യോർദാൻ അക്കരെ, അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം, അതിൻ്റെ വാക്യം അറിയാം. യോർദാൻ അക്കരെ സ്ഥാനപ്പെടുത്തി ഓർത്ത് നിൽക്കുക. അവിടുന്ന് യെരുശലേമിലേക്ക് വരാൻ ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് യെരുശലേമിൽ നിന്ന് ഇവർ താമസിക്കുന്ന ബഥാനിയ എന്ന് പറയുന്നത് ഒലിവ് മലയുടെ കിഴക്കേ ചരിവിലുള്ളൊരു പട്ടണമാണ്. അങ്ങോട്ടെത്താൻ 3 കിലോമീറ്ററേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ 23 കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് ഇരിക്കുന്ന യേശു അവിടെ 2 ദിവസം അങ്ങ് ഇരുന്നു. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ അവർ പറയാൻ തുടങ്ങി കാണും, ഓ യേശു അവൻ ചുമ്മാതാ. പക്ഷേ നിങ്ങളൊരു മനസ്സിലാക്കണം, യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഞാൻ എന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത്. യേശുവിൻ്റെ ജീവിതചര്യ നിങ്ങൾ നോക്കിയാൽ ഒരിടത്തും യേശുവിൻ്റെ ബുദ്ധിയിൽ നിന്ന് ചെയ്ത് എല്ലായിടത്തും പറയുന്നത്, പിതാവേ അങ്ങയുടെ ഇഷ്ടം ഞാൻ ചെയ്തു. ഫാദർ, ഐ ഫുൾഫിൽ ദ വിൽ ഓഫ് യു. എൻ്റെ മുമ്പിലിരിക്കുന്ന റിസോഴ്സസ് നിങ്ങൾ ആരും ഇമോഷനിൽ ഒന്നും ആക്ട് ചെയ്യല്ല കേട്ടോ. കരയുന്നത് പോലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലുള്ള കരച്ചിലുകളായിരിക്കണം. ഇന്ന് രാവിലെ ഇംഗ്ലീഷ് വർഷിപ്പിന് വന്നപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. I overwhelmed with the presence of God. നിങ്ങൾക്ക് എത്ര പേര് അനുഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ദൈവ സാന്നിധ്യം വരുമ്പോൾ നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കണ്ണുനീർ വരുന്നത് ശരിയാ. ഇമോഷണലി വി ഷുഡ് നോട്ട് ക്രൈ. ദൈവം ചെയ്ത നന്മകളിൽ നന്ദിയോടെ സന്തോഷത്തോടെ നിങ്ങൾ കരഞ്ഞു, നല്ലതാ. ബിക്കോസ് വി ആർ ദ പീപ്പിൾ ഡു നോട്ട് ആക്ട് ഓൺ ഇമോഷണലി. അയ്യോ പാസ്റ്റർ എന്നാ പറയും, ഞങ്ങൾ മനുഷ്യരാ, നിങ്ങളെക്കാളും ഒരു പച്ച മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ബട്ട് നിങ്ങളൊരു ദൈവത്താൽ കാരണം 2025 ദൈവസഭയെ ഞാനും നിങ്ങളും ദേശത്തെ പിടിച്ചടക്കേണ്ടവരാ. ഇനി നമുക്ക് ഉദാസീനരായിരിക്കാൻ കഴിയുകയില്ല. We need to move according to the guidance of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ മാത്രം ചലിക്കുന്ന ഒരു തലമുറയായി നാം മാറിയേ പറ്റത്തുള്ളൂ. യെസ്, ഇന്ന് ഏബ്രഹാം സാക്ഷ്യം പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് അതാ തോന്നിയത്, നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ നടക്കുക. കഴിഞ്ഞ ദിവസം സെറിൻ സിസ്റ്റർ പറഞ്ഞു, പക്ഷെ അത് ചെയ്തില്ല. ഞാൻ അങ്ങ് പറഞ്ഞേക്കാം സെറിൻ സിസ്റ്ററെ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദേവാസ് ചോദിച്ചു, എന്താ നമുക്കൊന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ചൂടെ? ഒരു നിയോഗവാ. 10 പേര് പിടിച്ച് നിർത്തി പ്രാർത്ഥിച്ച് കൈവെക്കുമ്പോഴായിരിക്കും കാലിൻ്റെ നരയാണി ഉറയ്ക്കുന്ന. ഹൂ നോസ്? ഞാൻ സെറിൻ സിസ്റ്ററിനെ കുറ്റം പറയുകയില്ല. ദേവദാസിക്ക് അത് അങ്ങോട്ട് പറയാനുള്ള ഒരു ആത്മീയ ധൈര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. എന്നോട് ചോദിച്ചു, എന്താ ദേവദാസ്? ഞാൻ പറഞ്ഞു, അടുത്ത തവണ നമുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളിൽ പ്രൊവോക്ക് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ദൈവിക നിയോഗങ്ങളെ പൊട്ടരെ പോലെ പറയാൻ നീ തയ്യാറായ നീ പട്ടണത്തെ പിടിച്ചടക്കുന്നവനായി മാറും. രൂപ ശഖതരവ. ഞാൻ പറയാം, പെട്ടകം ഉണ്ടായിരിക്കുക നോവയെ കളിയാക്കിയില്ല എല്ലാവരും. ആന്നോ? കളിയാക്കും ചിലര്. കളിയാക്കിക്കോട്ടെ. നാം ദൈവഹിതത്തിനനുസരിച്ച് ചലിക്കുന്നവരോ നിന്റെ ഇമോഷൻ മാറ്റി വച്ചിട്ട് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ചെയ്യുന്നവനായി നീ മാറണം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആക്ടിങ് വിത്ത് പേഷ്യൻസ് ആൻഡ് പർപ്പസ് will unfold God's will. ദൈവത്തിൻ്റെ ഹിതം തുറന്നു വരുന്നതായി മാറും. 2, be courageous. ഒരു റിസോഴ്സിന് വേണ്ട ഒരു സോദരൻ, നീ ധൈര്യവാനും ധൈര്യവതിയുമായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 11:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ.
നോക്കിക്കേ, യേശു പറഞ്ഞു നമുക്ക് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, യഹൂദയിലേക്ക് പോയേക്കാം. ഉടനെ അവരെല്ലാം കൂടെ പറഞ്ഞു, എടാ നമ്മളങ്ങോട്ട് പോയാൽ നമ്മളെല്ലാം കൂടെ കൊല്ലും, ഒന്നാമതെ കൊല്ലാതിരിക്കുക, ഇനി കൊല്ലാൻ പോവുക. യേശു പറയുക, പകലിൽ 12 മണിക്കൂർ ഉണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു ആത്മീയ മർമ്മത്തെ പറയുകയായിരുന്നു. ഒരു 12 മണിക്കൂർ നിങ്ങൾ ഒരു ജോലിക്കായി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? ശിഷ്യന്മാരോട് വളരെ ആഴത്തിലുള്ള തിയോളജിയൊക്കെയാണ് കർത്താവ് പറയുന്നത്. നിങ്ങളിപ്പോൾ ജോലിക്ക് 8 മണിക്കൂർ 12 മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? ആ സെറ്റ് ചെയ്തതുപോലെ കർത്താവ് പറഞ്ഞതാ, എനിക്കൊരു സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നടക്കുമ്പോൾ ഞാൻ ആരെയും പേടിക്കത്തില്ല. പരിശുദ്ധാത്മാവ് എനിക്കെന്ന നിയോഗം ഞാൻ നിങ്ങളോട് പറയുക. കർത്താവ് അവരോട് പറഞ്ഞപ്പം, ഞാൻ പകലുള്ളിടത്തോളം, ദാറ്റ് മീൻസ് as long as the time is in my hand, I will walk with courage. ദൈവസഭേ, എനിക്കും നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ ദൈവം ചലിക്കുവാൻ തന്നിട്ടുള്ള സമയം അത്രയും ധൈര്യത്തോടെ ചലിച്ചോണം കേട്ടോ. കാലുളുക്കി അവിടെ കിടന്നേച്ച് പറയല്ലോ, അയ്യോ അന്ന് എനിക്ക് പറ്റിയില്ലല്ലോ. Now you have health, now you have wealth, you have the facility. Move out, move out, move out. ധൈര്യത്തോടെ പൊക്കോണം. ആരും നിന്നെ പിടിച്ചു നിർത്തത്തില്ല. നീ പോകാൻ തുടങ്ങിയാൽ നിന്നെ ദൈവം റിസോഴ്സ് ആക്കാൻ പോകും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സാക്ഷ്യം ഒന്ന് പെട്ടെന്ന് പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച, നിങ്ങളാരും ധരിക്കില്ല, എല്ലാ ദിവസവും അവിടെ പോയിട്ട് വെച്ചൊന്ന് ഈ കഥ പറയുന്നത് ദാസ പൊക്കി അടിക്കാനാണ്. എന്നെ ക്രൂശിക്കല്ലേ പ്ലീസ്. ദൈവസഭയ്ക്ക് എൻകറേജ്മെൻറ്റിന് എല്ലാം ഉണ്ടേ. നമ്മുടെ ഇവിടെ ആരും ഇല്ലാത്തതിനായ സ്തോത്രം. നമ്മൾ കുറച്ച് പേരല്ല, നമ്മൾ എൻകറേജ് ചെയ്യുക. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പോകുന്ന യഡ്ന എന്ന് പറയുന്ന ലേഡി ഉള്ള വാർഡിൽ അവരൊരു ലോഞ്ചിൽ, അവർക്കൊരു നേഴ്സ് സ്റ്റേഷൻ ഒരു ലോഞ്ച്, അവിടെ TV കൊണ്ടുവരിക. എൻ്റെ അടുത്തൊരു വീൽ ചെയറിൽ ഒരു ലേഡിയുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ചാടി എഴുന്നേറ്റ്, യെസ് സൂസൻ, ദിസ് ഈസ് ദ മാൻ. അപ്പോൾ അവരുടെ മുഖം ആകപ്പാടെ ഒരു വല്ലാതെ, അവർ പറഞ്ഞു ഗോ വിത്ത് ഹിം. അപ്പം ഞാൻ മനസ്സിലായി അവരെത്ര സുഖമല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഹായ്, ഞാൻ പറഞ്ഞു യഡ്ന കം ലെറ്റ്സ് ഗോ ആൻഡ് സിറ്റ് ദേർ. ഞങ്ങൾ അവിടെ പോയി സോഫയിൽ നിന്ന് വർത്തമാനം പറഞ്ഞു. 3/4 മണിക്കൂറോളം വർത്തമാനം കഴിഞ്ഞപ്പോൾ അവരുടെ സപ്പറിൻ്റെ ടൈമായി. അപ്പോഴത്തേക്ക് ഈ ലേഡി വീൽ ചെയർ ഉരുട്ടി അങ്ങോട്ട് വന്നു. ഉടനെ എന്നെ പറഞ്ഞു, കം ടോക്ക് ടു ഹിം, ഈസ് വെരി നൈസ് മാൻ. അവരിങ്ങനെ മുഖം ഇങ്ങനെ വെച്ചുകൊണ്ട് വീൽ ചെയറിനടുത്ത്, ആർ യു എ ഫാദർ? ഞാൻ പറഞ്ഞു, നോ, ഐ എം എ പ്രൊഫഷണൽ സ്റ്റാഫ്, ഐ എം ആൻ ഏവിയേഷൻ പ്രൊഫഷണൽ. അപ്പോൾ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു, ബട്ട് ഐ എം എ മാൻ ഓഫ് ഗോഡ്. അപ്പോൾ അവരെന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കി, യു ആർ എ മാൻ ഓഫ് ഗോഡ്? ഐ സെഡ് യാ. പെട്ടെന്ന് അവരോട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഐ എം എ പെന്തക്കോസ്റ്റൽ. ഇങ്ങനെ പറഞ്ഞു, ഐ എം എ പെന്തക്കോസ്റ്റൽ. ഐ സെഡ്, ഓ ഗുഡ്. അപ്പോൾ ഞാൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ 6 വർഷം മുമ്പ്, ഞാൻ ഇതിനു മുമ്പ് മോർമൺ എന്ന് പറയുന്ന കൾട്ട് വിശ്വാസത്തിലായിരുന്നു. 6 വർഷം മുമ്പ് കർത്താവിനെ അറിഞ്ഞു. ഞാൻ യേശുവിൻ്റേതാ. എനിക്ക് കത്തോലിക് അച്ഛന്മാരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ദം. ദാറ്റ്സ് ഇറ്റ്. ഐ സെഡ്, Susan, I understood when I step in, your facial expression made me understand your attitude. It's okay. Cool, take it easy. അടുത്തവർ എന്നോട് പറഞ്ഞെന്നാന്ന് ചെയ്യാം, ലെറ്റ്സ് പ്രേ ടുഗദർ. ആ ലേഡി പറഞ്ഞു, ലെറ്റ്സ് ഹോൾഡ് അവർ ഹാൻഡ്സ്. ഞങ്ങൾ നേഴ്സിംഗ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കുന്ന നേഴ്സുമാർ നോക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൈ കോർത്ത് നിന്നു. ആ സ്ത്രീ ഒരൊറ്റ പ്രാർത്ഥന ഉറക്കെ അങ്ങ് പ്രാർത്ഥിച്ചു. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു, വളരെ ശക്തമായ ദൈവസാന്നിധ്യം വന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓ മാൻ ഓഫ് ഗോഡ്, ഐ ഹാഡ് എക്സ്പീരിയൻസ് ഓവർവെൽമിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. കുറേ നാളായി ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്ക് കിട്ടി. ഐ വാസ് സോ ഹാപ്പി. കുറേ നേരം വർത്തമാനം പറഞ്ഞു. അത് എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണം. 2 കാലും ആംപ്യൂട്ട് ചെയ്ത കേട്ടോ, വീൽ ചെയറിലിരിക്കുന്ന, ആഴ്ച 3 ദിവസം ഡയാലിസിസ് എടുക്കുന്ന ഒരു ലേഡി. അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, നിന്നെ കണ്ടല്ലോ, എല്ലാ ആഴ്ചയും നീ ഇവിടെ വരണം. എന്നെ കൊണ്ട് എൻ്റെ ബെഡ് കാണിക്കും. ഞാൻ എല്ലാ മൺഡേയിലും എനിക്ക് ഡയാലിസിസ് ഉണ്ട്. ട്യൂസ്ഡേ ഞാൻ എഴുന്നേറ്റ് വരത്തില്ല, എൻ്റെ ബെഡിൽ കിടക്കുന്നതാണ്. ഇന്ന് എന്തോ ഞാൻ ചുമ്മാ വന്നു, എനിക്ക് തോന്നുന്നു ദൈവം കൊണ്ടുപോതാ നിന്നെ കാണാൻ, നീ വരണേ എല്ലാ ആഴ്ചയും എൻ്റെ അടുത്ത്. Small initiatives will make difference in the people's life. പൊട്ടരെ പോലെ നീ ചെയ്യ്.
കർത്താവ് നമ്മളെല്ലാം ഉപയോഗിക്കും. ധൈര്യത്തോടെ ചെയ്യ്. കർത്താവ് പറഞ്ഞതാ, എനിക്ക് സമയമുണ്ടല്ലോ. എന്ന് ഉദ്ദേശിച്ച കർത്താവ് പറഞ്ഞു, എൻ്റെ സമയത്ത് ഞാൻ ഇതെല്ലാം ചെയ്യും, ഒരുത്തനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ പാട്ട് പാടിയാൽ പോരാ, എൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലാണ്, കൈ അടിച്ചാൽ പോരാ. ഭണ്ഡാരത്തിന് ഉറപ്പുണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങിക്കോണം. ഇവിടെ പാസ്റ്റേ അലേർട്ട് വന്നാൽ മതി. ഏതാ ഫോണിനകത്ത്, അയ്യോ എവിടെ എവിടെ പൂട്ട് പൂട്ട്, മുറി ലോക്ക് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഭാര്യയാണെങ്കിൽ ആകെ വെപ്രാൾപ്പെടും, ഹോസ്പിറ്റലാണെങ്കിൽ വിളിക്കും, മക്കൾ എന്ത് ചെയ്യേ. എൻ്റെ കുടുംബകാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ചർച്ച്, നാം ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ചെയ്യുന്നവരായി മാറണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞ്, as long as it is still the day, nothing can stop me. I must do my father's work. എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും? ഒന്നിനും എന്നെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലി ചെയ്യും. ബി കറേജിയസ്. ഞാൻ നിങ്ങളോട് ഇമോഷൻ അനുസരിച്ചൊക്കെ ചെയ്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച മുമ്പ് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വന്നിട്ടേ ആരാധന കഴിക്കാമെന്ന് വന്നപ്പോഴത്തെ ഇമോഷനെ മൂത്തേച്ച് ശൗൽ കയറി ദഹനയാഗമൊക്കെ നടത്തി അവസാനം കർത്താവ് പറഞ്ഞു, എടാ നിന്നെ രാജാവാക്കി, മതി നിൻ്റെ ഈ ഇളക്കമൊക്കെ മതി, നിന്നെ കൊള്ളത്തില്ലെന്ന്. ചാടിക്കേറിയൊക്കെ ചെയ്തേച്ച് പിന്നെ കർത്താവ് പറയുന്നത് കൊള്ളത്തില്ലെന്ന് പറയരുത്. വിശ്വസ്തദാസരെ, നല്ലവരെ കയറി വാങ്ങുക. മോശയ്ക്ക് പറ്റിയ അമളിയാതല്ലേ? മോശയോട് പറഞ്ഞു, നീ പാറയോട് കൽപ്പിക്കുക. ഈ മോശം മൂത്ത് ജനത്തോടുള്ള എതിരെ എടുത്ത് 2 അടി, 1 അല്ല 2 എണ്ണം വെള്ളം വന്നു. ശരിയാ, പക്ഷെ നിത്യതയ്ക്ക് പോയില്ല, കനാലിലോട്ട് എത്തിയില്ല. ഞാൻ നിങ്ങളെ നെഗറ്റീവ് പറയുമല്ല. നാം ഇമോഷനിലൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ലഭിക്കേണ്ട ബ്ലെസ്സിങ്സ് ചിലപ്പോൾ എത്താൻ പറ്റിയെന്നില്ലെന്നിരിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ഇമോഷൻ മാറ്റിവെച്ച് ധൈര്യശാലികളായി നമുക്ക് മുന്നോട്ട് പോകാം. 3, യേശു ആ സാഹചര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ഡിസേൺ ചെയ്തിരുന്നു. 11-ന്റെ 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വെച്ചേ. 11 തൊട്ട് 14 വരെയുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയ, കർത്താവ് പറഞ്ഞു അവൻ ഉറങ്ങുക, ഞാൻ അവനെ ഉണർത്താൻ പോവുക. ശിഷ്യന്മാരറിഞ്ഞു കാണും ആള് പോയിട്ടുണ്ടെന്നുള്ള കാര്യം, ഞാൻ വിശ്വസിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു റിസോഴ്സ്, ഒരു മരണത്തെ ഉറക്കമെന്ന് പറയുമ്പം ദൈവം എങ്ങനെയാണോ അതിനെ കാണുന്നത് അത് ആത്മമനുഷ്യനിൽ ഗ്രഹിച്ചിട്ടാണ് പാസ്റ്റർ പറയുന്നത്. ദൈവജനമേ, നിങ്ങൾ ഏതു സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ദൈവം ആ സാഹചര്യത്തെ കാണുന്നത് നിങ്ങൾ ആത്മമനുഷ്യനിൽ പ്രാപിച്ചെടുക്കുവാൻ കെൽപ്പുള്ളവരായി നമ്മൾ മാറണം. I just wanted to take you to another level of spiritual quality. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? നമ്മുടെ ജഡം നമ്മൾ ക്രൂശിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ദൈവവചന പാരായണത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് ദൈവം കാണുന്നത് പോലെ സാഹചര്യത്തെ കാണാൻ നമുക്ക് കഴിയുന്നത്. ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ കൊച്ചായിട്ട് കാണും. നമ്മുടെ ഈ ഉഴപ്പാണ് നമ്മളെ കൊച്ചാക്കുന്നത്. ചുമ്മാ കട്ടിലെ കിടന്ന് പോത്തുപോലെ കിടന്നാലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നില്ല. ക്ഷമിക്കണം എൻ്റെ വാക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുക, എന്നാലും മുട്ട ഇരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തലയണ ഇങ്ങോട്ട് വെക്കും, തലയണ പൊക്കി അങ്ങോട്ട് വെക്കും, എന്നാലും എഴുന്നേറ്റ് മുട്ടും മടക്കുന്നത്. എടാ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന അവസരം മുട്ടുമടക്കിയ നീ കാണും, ദൈവം കാണുന്നു വിളിച്ചിരുന്നത്. Church, I just want to tell you, maybe it's 3 o'clock in the morning. Maybe it's 2 at night. Get up. ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെ മക്കളെ തിരിച്ചറിയണം. നിങ്ങൾ വിചാരിക്കുമോ പകൽ മുഴുവൻ ഉറങ്ങുകൊണ്ട് എനിക്ക് ഉറക്കം? നോ. നിൻ്റെ ആത്മമനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നൊരു തലത്തിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയക്കുക. നീ ഒന്ന് റിസീവ് ചെയ്ത് നീ സെൻസിറ്റീവായ ഞാൻ പറയുക, വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണുമെന്ന്. നമ്മൾ ചുമ്മാ കുറെ ഉഴപ്പം പരിപാടി കൊണ്ടിരിക്കുക. ഡിസേൺ. ദൈവ
ദൈവം കാണുന്നത് പോലെ നാം സാധ്യതകളെ കാണും. ബ്ലെസ്സഡ് സിസ്റ്ററെ, നാം കണ്ടിരിക്കും. നോ ഡൗട്ട്. ഇന്നൊരു പക്ഷേ ചോദിക്കും, ഹൗ ഈസ് ഗോയിങ് ടു ഹാപ്പൻ? സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ്. ദൈവ സാന്നിധ്യത്തിൽ വന്നിരുന്ന തലവണക്ക്, മിണ്ടാതിരിക്കുക, സൈലൻസ്. ചില സമയം ദൈവം സംസാരിക്കുന്നത് 8 വർഷം എൻ്റെ കുഞ്ഞിനെ വിഷയത്തിൽ സംസാരിച്ചില്ല. ഞാൻ കാണുന്ന പ്രവാചകന്മാരെയും ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസ മുമ്പിലെല്ലാം തലവെച്ചു കൊടുത്തു. ഞാൻ തലവെച്ചു, കുഞ്ഞിനെ വെച്ചു. ഏകദേശം 8 വർഷം ഒരു ശബ്ദം പോലും കേട്ടില്ല. എന്നതാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ് ഇൻ അവർ. 2008 ജനിച്ച കുഞ്ഞിനെ കുറിച്ച് 2015 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ആദ്യമായിട്ടൊരു സ്പെസിഫിക് ശബ്ദം ഞാൻ കേൾക്കുന്നത്. നീ ഇരിക്കുന്ന എല്ലാ ദിവസവും നീ ഇരിക്കുമ്പോഴേ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ദൈവം നീ കരുതല്ലേ. നിന്നെ പരീക്ഷിക്കും. നിന്റെ മുട്ടുമടക്ക്, നിന്റെ സമർപ്പണം, നിന്റെ ദൈവത്തോടുള്ള ആഗ്രഹം, സ്നേഹം. നീ ചിലപ്പോൾ ആദ്യ ദിവസങ്ങളിൽ സംസാരിക്കത്തില്ല, ചുമ്മാ ഇരിക്കുക കണ്ണവിടെ വെച്ച്. നിന്റെ ആത്മമനുഷ്യനിലേക്ക് നീ ഉയര്. നിന്റെ ജഡം അബലമാകട്ടെ. അവിടെ നീ അസാധാരണമായ വിവേചന വരത്തിലേക്ക് കയറും. പിന്നെ നീ ഉണ്ടല്ലോ, ചുമ്മാ നടന്ന് നോക്കിയാൽ മതി. നോക്കുമ്പോൾ ആ മോളുടെ ഹൃദയം നിന്നോട് നിന്നെ കാണിക്കും. നീ കാണും, നീ അനുഭവിക്കും. 11 തൊട്ട് 14 വരെ ഡിസേൺമെന്റ്. ഇനി അടുത്തുന്ന ദി അഷ്വറൻസ് ഓഫ് ഹൂ യു ആർ. ജോൺ 11:25-26 ഒന്ന് വായിച്ചേ. നോക്കിയേ, മാർത്ത ഓടി പിടിച്ചു വന്ന്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും വായിക്കുന്നില്ല. ഗുരു, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. എന്നാലും നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കും. ഗുരു ഭയങ്കര വിശ്വാസമാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, I know who I am. അവൻ ഉയർത്തെഴുന്നേക്കെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഡയലോഗ് അടിക്കും നമ്മുടെ കൂട്ട. എനിക്കറിയാം. പിന്നെ ഒടുക്കത്തെ നാളിൽ പൊങ്ങും. നമ്മളവിടെ ആത്മീയമെല്ലാം നമ്മളങ്ങ് ഛർദ്ദിക്കും. കർത്താവ് മിണ്ടാതിരി. I am the resurrection and the life. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കർത്താവിനറിയാം ഞാൻ ദൈവത്തിൻ്റെ സ്രോതസ്സാണ്. ദൈവത്തിൻ്റെ ഞാൻ പോകാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തിയാണെന്നറിയാം. അതിന് പോകുന്ന ഞാൻ ആരാണെന്ന് നല്ല തിരിച്ചറിവുണ്ട്. ദൈവസഭയെ 2025 നീ ദൈവത്തിൻ്റെ സ്രോതസ്സാന്ന് കേട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നടക്കണം. 1-2 വാക്യം പെട്ടെന്ന് വായിക്കാം. യോഹന്നാൻ 1:12. നമ്മൾ ആരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി. നിങ്ങൾ റിസോഴ്സായി പോകുമ്പോൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയോ. 1:12. ദൈവമക്കളാകുവാൻ നാം ദൈവമക്കളാ. 2 കൊരിന്ത്യർ 5:17. നമ്മൾ പുതിയ സൃഷ്ടിയ. 2 കൊരിന്ത്യർ 5:21. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയ. എഫേസ്യർ 1:7. നാം വീണ്ടെടുക്കപ്പെട്ടവരാ. ഫിലിപ്പിയർ 3:20. നമ്മൾ കാനഡ പൗരത്വമുള്ളവരല്ല. സെറിൻ സിസ്റ്റർ അങ്ങനെ ജീവിച്ചു പോകല്ലേ. കാനഡ പൗരത്വമല്ല നമ്മുടെ പൗരത്വം. എനിക്ക് സ്നേഹമുള്ള പിള്ളേരെ പേര് വിളിക്കുന്നതേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. സ്നേഹമുള്ള അവരാരും കുറ്റം പറയത്തില്ല. നമ്മുടെ പ്ലാൻ എന്തുവാ? അടുത്തത് PR കിട്ടി, കനേഡിയൻ സിറ്റിസൺ. അല്ല സാജൻ പാസ്റ്റേ, പിള്ളേർ ഇത് പിന്നെ ഇങ്ങനെ അങ്ങ് പോവാം. ഭാര്യ RN, എന്തെങ്കിലും റിസോഴ്സസ് ഇങ്ങനെ പോകും. ഫേസ് സിറ്റി ചർച്ചിൽ ഒരു വിശ്വാസിയും കാനഡ പൗരത്വം എടുത്തോ ഈ പൗരനായിട്ട് ജീവിക്കല്ലേ. സ്വർഗത്തിലെ പൗരത്വമുള്ള സ്വർഗീയ പാസ്പോർട്ട് ഉള്ളവനെ പോലെ ജീവിച്ചോണം. You must be the ambassador of heaven. That's a position. നമുക്ക് പാസ്പോർട്ട് ഏതൊക്കെ ആയിക്കോട്ടെ. ഒരു ഇന്ത്യൻ അംബാസഡർ ഒരു ഫോറിൻ കൺട്രി ചെന്നാൽ അവൻ്റെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിൻ്റെ ക്വാളിറ്റി കാണിച്ചേ ജീവിക്കത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞു വന്നത്. നിൻ്റെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ ഇവിടെ നടന്നു റിസോഴ്സായി. പക്ഷെ നിന്നിൽ വരുന്ന വാല്യൂസും ക്വാളിറ്റിയും എല്ലാം ഉയരത്തിലേ ആയിരിക്കണം. ഹല്ലേലൂയ. അടുത്തത് റോമർ 8:37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. റോമർ 8:37. 37. നാം ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി.
മോർ ദാൻ എ കോൺക്കറർ. ആ, എൻ്റെ ദൈവജനമേ, എല്ലാത്തിലും ഏതാ? പട്ടിണിയും നഗ്നതയും രോഗവും എല്ലാത്തിലും ജയം. മോർ ദാൻ എ കോൺക്കറർ. അടുത്ത് റോമർ 8:17. ഇൻഹെറിറ്റൻസ് ഓഫ് ഗോഡ് പ്രോമിസ്. നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ പ്രോമിസസിനും, നിങ്ങൾ പ്രവാചകൻ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മുഴുവൻ ഇൻഹെറിറ്റൻസാണ്. നമ്മൾ പണ്ട് പ്രവാചകൻ രണ്ട് അന്യഭാഷ പറഞ്ഞ് മാത്രം നമ്മളുള്ള ദൂതാന്നും പറഞ്ഞ് ഇരിക്കുക. നോ 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 നോ. ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതാ. What am I supposed to say that? ഈ വചനത്തിൽ എന്ത് പറഞ്ഞ പ്രോമിസ് അത് മുഴുവൻ നിങ്ങൾ, അരുൺ ബ്രദറെ, നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാത്തിനും അപ്സൈഡ് ഡൗൺ ആക്കും ദൈവത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ നടക്കുന്നവരല്ലെന്ന്. വി ആർ ദ പീപ്പിൾ ഓഫ് ഇൻഫ്ലുവൻസ്. നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ട് പിടിച്ചെടുക്കുന്ന ഒരു കാന്തം വലിക്കുന്നത് പോലെ ദൈവരാജ്യത്തിന് വേണ്ടി വ്യക്തികളെ, ആത്മാക്കളെ വലിക്കുന്ന കാന്തമാണെന്ന് പറഞ്ഞ് എത്ര പേര് അതിന് ആമേൻ പറയും? ഞാൻ പറഞ്ഞത് വി ആർ മോർ ദാൻ എ കോൺക്കറർ. നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ എല്ലാം ഇൻഹെറിറ്റൻസ് ഉള്ളവരാ. 1 കൊരിന്ത്യർ 12:27. നാം ദൈവസഭയുടെ ഭാഗം. വി ആർ ദ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 1 കൊരിന്ത്യർ 12:27. ആ, നമ്മൾ സഭയുടെ ഭാഗമാണ്. ഏതാ? യൂണിവേഴ്സൽ ചേർച്ചിൻ്റെ. അപ്പം നിങ്ങൾ റിസോഴ്സ് ആയിരിക്കുമ്പം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം പുതിയ സൃഷ്ടികളാണ്. മോർ ദാൻ എ കോൺക്കറർ. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും പ്രാപിച്ചെടുക്കുവാൻ അവകാശവും അധികാരവുമുള്ളവർ. ഒരു ദൈവസഭയുടെ, സാർവത്രിക ദൈവസഭയുടെ, വാട്ട് എ പ്രിവിലേജ് വി ഹാവ്. ഇത് വെച്ചോണ്ട് വേണം PCA ജോലി ചെയ്യുവാൻ. ഇത് വെച്ചുകൊണ്ട് വേണം നേഴ്സിൻ്റെ ജോലി ചെയ്യാൻ. ഇത് വെച്ചുകൊണ്ട് വേണം ബ്രദറെ നമ്മൾ എഞ്ചിനീയറിൻ്റെ ജോലി ചെയ്യുവാൻ. ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാ ജോലിയും ചെയ്യാൻ. വാട്ട് ഐ മീൻ ടു സേ ദാറ്റ് നീ എവിടെ പോയാലും നിന്റെ പൗരത്വം നിൽക്കുന്ന രാജ്യത്തിൻ്റെ വാല്യൂ വെളിവാക്കുന്ന ഒരു ശക്തനായും ശക്തമതിയുമായി നടക്കണമെന്ന്. How many of you say amen to this? Hallelujah. അപ്പം നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിൽക്കണം. അടുത്തത് 11:39-40 വാക്യങ്ങൾ. യോഹന്നാൻ 11:39-40. നിങ്ങൾക്കറിയാമോ, കർത്താവ് വന്നത് വലിയ പർപ്പസോടെയാണ്. ഞാൻ പറഞ്ഞ മാർത്ത ഭയങ്കര വാചകമാണ്. എല്ലായിടത്തും കയറി പാസ്റ്റർ കയറി പറഞ്ഞേക്കും ആത്മീയതയൊക്കെ. നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ മതി, പിന്നെ ഇങ്ങോട്ട് കുടഞ്ഞിട്ട് ദേവദാസന്മാരെ പിന്നെ ഒന്നും വേണ്ടണ്ട, ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. മാർത്ത തന്നെ പറയാം, കർത്താവേ നിനക്കറിയത്തില്ല, നാറ്റം വെച്ച് 4 നിങ്ങൾക്കറിയാമോ? ഇറ്റ്സ് എ പേഗൻ ഫെയ്ത്ത്. ഷീ വാസ് കൺഫസിങ് എ പേഗൻ ഫെയ്ത്ത് ഓഫ് ദാറ്റ് ജൂയിഷ് പീപ്പിൾ. ഞാൻ അതിനെക്കുറിച്ച് 4 ദിവസത്തിൻ്റെ പ്രത്യേകത എന്നെ ആരാഞ്ഞു. നിങ്ങൾക്കറിയാമോ, അവിടെ ഒരു വിശ്വാസമുണ്ട്, പേഗൻ ഫെയ്ത്ത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം വരെ ആ ആത്മാവ് അവൻ്റെ മുകളിൽ കിടന്ന് പറക്കാൻ സാധ്യതയുണ്ട്. അവർ വിശ്വസിക്കുന്ന പേഗൻ ഫെയ്ത്ത് എന്ന് ചിലപ്പോൾ ആത്മാവ് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഈ 4 ദിവസം എന്ന് പറയുമ്പോൾ കർത്താവിനോട് കർത്താവെ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, അതും തീർന്നു. 3 ദിവസം വരെ അവൻ്റെ ആത്മാവ് അവിടെ എങ്ങാണ്ട് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ വരെ സാധ്യത ഉണ്ടായിരുന്നു. നീ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസമായി ആ ഒരു പോസിബിലിറ്റിയും പോയി. കർത്താവ് പറഞ്ഞു, കല്ല് മാറ്റ്. ഒരു റിസോഴ്സായി നിൽക്കുമ്പം നീ ചെയ്യേണ്ടത്, നീ കർത്താവിലേക്ക് നേടുവാനുള്ള വ്യക്തിയെ, സാഹചര്യത്തെ, നീ അവന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി ആദ്യം അവൻ്റെ ജീവിതത്തെ കല്ലിനെ ഉരുട്ടി മാറ്റണം. ഒരു പക്ഷേ അവൻ നിന്നോട് അവൻ്റെ പേഗൻ ഫെയ്ത്ത് പറയുമായിരിക്കും, നീ നിൻ്റെ വിശ്വാസം കൊണ്ട് അതിനെ ജയിക്കണം. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയാട്ട് നിങ്ങളുടെ ദൈവപ്രവൃത്തി ആരംഭിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ഇടപെടുന്നവരെല്ലാവരും നിങ്ങൾ യുണീക്കാണെന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. എന്ന് നാം ഉരുട്ടി മാറ്റണം. നാം എന്തിനെ ജയിക്കണമോ, യേശുവിൻ്റെ നാമത്തിൽ പേഗൻ ഫെയ്ത്തിനെ ജയിക്കണം. ഇനിയാണ് നമ്മൾ കാണുന്നത് 11:41-42. ഒരു ചോദ്യം, ഈ വരവിനിടയ്ക്ക്
കർത്താവ് എന്തെങ്കിലും ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. ദാറ്റ് മീൻസ് ഒരു വാക്കും അട്ടർ ചെയ്യാത്തപ്പോഴും യേശുവിനറിയാം, യേശുവിൻ്റെ ഉള്ളിൽ പിതാവാം ദൈവത്തുമായി കണക്ട് ചെയ്ത് there was a communication is going on. സഭയെ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുമോ? പറ്റും പറ്റും പറ്റും. നീ ഒരു വാക്കും പ്രാർത്ഥനയാലെ പറഞ്ഞില്ലെങ്കിലും നിൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഒന്ന് ഉള്ളിൽ വിചാരിച്ചാൽ മതി. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ, കർത്താവേ നീ എൻ്റെ കേട്ടതിനാൽ. എവിടെ പ്രാർത്ഥിച്ചു? ഉള്ളിൽ പകർന്നവൻ അവൻ അറിയാം അത് നടക്കാൻ പോവുകയാണ്. Resources. We need to pray like that. That means your inner man always connected to the higher realm, where you have to have a communication always with the God Almighty. Hey. വായിച്ചാട്ട് ദൈവദാസനെ. അടുത്തത് കോൺഫിഡൻസ്. നമ്മളാണ് വന്ന്, കർത്താവേ ഞാൻ 3-4 വർഷം കൊണ്ട് പ്രാർത്ഥിക്കും, നീ കേൾക്കത്തില്ലേ, നീ കേൾക്കുന്നില്ലേ, നീ കേൾക്കത്തില്ലേ, എന്ന് കേൾക്കും കർത്താവേ. കുലുങ്ങിച്ചിരിക്കുന്നു. ഞാൻ തമാശ പറയും, ഇതൊക്കെയാണ് ദൈവദാസനെ നമ്മൾ റിസോഴ്സായി മാറാത്തതിൻ്റെ സ്രോതസ്സായി മാറും. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയാം, കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ ശൈലി, സമയം 1 മണിയായി മാറ്റി പാസ്റ്ററെ. കഴിഞ്ഞ ദിവസം ഞാനൊരു TPM ഞാൻ ദേവദാസമാക്കി ഒരു ദേവദാസൻ്റെ പ്രാർത്ഥന ഒരു സംഭവം പറഞ്ഞു. ആ ദേവദാസൻ കൂടെ ഉള്ള ഒരു ദേവദാസൻ പുള്ളിയുടെ പഴയ ഒരു മോറിസ് കാർ എടുത്തുകൊണ്ട് ഒരു കാളവണ്ടിക്കാരൻ ഇടിച്ചു. ഈ പാസ്റ്ററിൻ്റെ അല്ല, മൂപ്പൻ്റെ അല്ല, വീണ് തല പൊട്ടി ഹോസ്പിറ്റൽ ആകപ്പുറം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഈ മൂപ്പൻ വീട്ടിൽ വന്നിട്ട് രാത്രി 10 മണി തൊട്ട് 4 മണി വരെ സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്ത് ഇതാ, കർത്താവേ നീ അവൻ്റെ തലയെ കൂട്ടിച്ചേർത്തതിനായ സ്തോത്രം, തലയെ കൂട്ടിച്ചേർത്തതിനായ സ്തോത്രം, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. നേരെ വെളുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് 6 മണിക്ക് എഴുന്നേറ്റ് പുള്ളിക്കുള്ളൊരു സൈക്കിളും ചവിട്ടി പോലീസ് സ്റ്റേഷൻ അങ്ങനെ പോലീസുകാരൻ ഒരാൾ വെളിയിൽ നിൽക്കുക. കണ്ടപ്പോഴേ പേടിച്ച് മുണ്ടൊക്കെ അഴിച്ചിട്ട് സൈക്കിൾ എടുത്ത് വെച്ച് പതുക്കെ നടന്നു ചെന്നുടനെ പോലീസുകാരൻ പറഞ്ഞു, ഉപദേശിയുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. പുള്ളി ചെന്തുവാ, ഒരണ പഴയ കാലം ഒരണ തന്നിച്ച് പോയാൽ മതി. സംഭവിച്ചതെന്നാണെന്നറിയാമോ? വീണ് കിടന്നവൻ തല പൊട്ടി, കാളവണ്ടിയിൽ നിന്ന് തല പൊട്ടി കിടന്നവൻ ആശുപത്രിയിലായിരുന്നു. രാത്രി 2 മണിയായപ്പോൾ പടക്കേന്ന് ചാടി എഴുന്നേറ്റു. ഈ പൊട്ടിയ ഭാഗം കമ്പിളിൽ യോജിച്ചു. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അവർ പറഞ്ഞു, നിൻ്റെ തല പൊട്ടി. എവിടെ തല പൊട്ടി? എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. അവൻ എഴുതി കൊടുത്ത് എനിക്കൊരു കുഴപ്പമില്ലെന്ന്. 2 മണിക്ക് വീട്ടിൽ പോയി. ഈ ഭാഗം കേട്ട് ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചത് വീണ്ടും പ്രാർത്ഥിക്കാനുള്ളവരല്ല, മറിച്ച് ദൈവദാസൻ പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ദൈവമേ നീ തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ദിവസം കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന അങ്ങനെയാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയം പറഞ്ഞേച്ച് പറയും, കർത്താവേ നീ തന്നതിനായി സ്തോത്രം. ഞാൻ പുകഴ്ത്തി പറയുമല്ലോ, ലെറ്റ് us change. കർത്താവ് പറഞ്ഞു, ഞാൻ അപേക്ഷ കേട്ടു എന്ന് എനിക്കറിയാം, നീ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അടുത്ത വായിച്ചാണ് ദേവദാസനെ. നോക്കിയേ, ഇതേ ഒരു പ്രാർത്ഥന നമ്മൾ കർമ്മേലിൽ കേട്ടതാ. യഹോവേ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും അറിയേണ്ടതിന് നീ ഒന്ന് തീ അയക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാ? റിസോഴ്സസ്. We need to pray with one intention. യേശുവേ നീ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഈ തലമുറ ഈ പട്ടണം അറിയുവാൻ. നമ്മുടെ പ്രാർത്ഥനാ ശൈലി മാറട്ടെ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അമ്മാച്ചൻ്റെ മുൻപിൽ എന്നെ നിന്ദിച്ചത് കൊണ്ട് എന്നെ ഉയർത്തി നിർത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. Church, let us change our sentences. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നീ ദൈവമാണെന്നും ഞാൻ നിൻ്റെ ദാസനാണെന്നും ഒരു സമൂഹം അറിഞ്ഞ് ഒരു കൂട്ടം നിന്നിലേക്ക് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രയും പ്രാർത്ഥിച്ച യേശു ഒരൊറ്റ പറച്ചില്ല, ലാസറെ പുറത്തു വാ. ദാണ്ടെ കല്ലുരുട്ടി മാറ്റി ഇറങ്ങി വരുന്നു. അവനെ കെട്ടഴിച്ചു വിട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ പ്രോമിസ് എങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടത്? ദൈവദാസനെ കേൾപ്പിച്ചു. റിക്ലമേഷൻ ഉണ്ട്, പ്രയർ ഉണ്ട്, റിസോഴ്സ്. എങ്ങനെയാ ചെയ്യണം? കർത്താവിനോട് സഭയോട് എന്ന് പറ, ഇന്ന് തൊട്ട് എല്ലാവരും റിസോഴ്സായി നടക്കുക. ഈ കാര്യത്തിലൂടെ നടക്കുക. നടന്നിട്ട് നീ കിട്ടുന്ന അവസരങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചാടിപ്പിടിച്ച് ഇമോഷണൽ സൂചന പറയുന്നതിന് മുമ്പ് ആരും പറയാതെ നീ
Can you do that thing? വൈകാരിക തലത്തിൽ പ്രതികരിക്കാതെ ധൈര്യത്തോടെ, 3 ആത്മീക വിവേചനത്തോടെ, 4 നീ ആരാണെന്നുള്ള അഷുറൻസോടെ, 5 റിമൂവ് ചെയ്യേണ്ട കല്ലുകളെ മുഴുവൻ മാറ്റിക്കളഞ്ഞിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് റിക്ലെയിം ചെയ്യാമോ? നീ പ്രാപിച്ചെടുക്കാൻ പോവുകയാണ്. ചർച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഞാനിവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ശക്തരായി ഈ പട്ടണത്തിൽ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. എത്ര പേര് ഇന്ന് അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു റിസോഴ്സായി, ദൈവമേ ഈ ക്യാരക്ടറുള്ള റിസോഴ്സായി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. നമുക്കൊരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. യേശു ഇതെല്ലാം യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വരച്ച്, എന്നെ അപ്പോസ്തലന്മാരെന്നല്ല ആരെയെന്നല്ല, നമ്മുടെ റോൾ മോഡൽ. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്ക്. റിയാമോളെ, യേശുവിലേക്ക് നോക്കിയാൽ അവൻ റിസോഴ്സായി നിന്നത് ഇങ്ങനെയാണ്. നീ അങ്ങനെ നിൽക്കണം. കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, നിങ്ങൾ യേശുവിനെ നോക്കി. യേശു റിസോഴ്സായി നിന്നത് ഇങ്ങനെയായിരുന്നു. നിങ്ങൾ അങ്ങനെ നിൽക്കണം. എല്ലാ കണ്ണും ദിവസങ്ങളിൽ അടച്ചാട്ടെ.